അസ്സലാമു അലൈക്കും ടു ഓൾ. ഈ പനി സീസണിൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം ആരംഭത്തിൽ തന്നെ നമുക്ക് എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ പനി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് എന്തെല്ലാമാണെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം എന്തൊക്കെയാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ, ഇത് കണ്ടില്ല, തുളസി ഇല. എല്ലാ വീടുകളിലും കാണുന്ന തുളസി ഇല, അതുപോലെ കല്ലുപ്പ്, അതുപോലെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, ചുവന്നുള്ളി, ഉപ്പുകല്ല്, നാരങ്ങ, ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഇത് ഉണ്ടാക്കാൻ റെമഡി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചിയും അതുപോലെ ചുവന്നുള്ളിയും നമ്മുടെ കുരുമുളകും നന്നായിട്ട് ചതച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഈ റെമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതൊന്നുമല്ല, നമ്മൾ ആവി പിടിക്കുന്നതാണ്. അപ്പോൾ ഈ ആവി പിടിക്കുന്നത് സാധാരണ നമ്മൾ കുളത്തിനകത്തൊക്കെയാണ് ആവി ഇങ്ങനെ പിടിക്കാറുള്ളത്. എന്നാൽ ഇത് ഞാൻ കുളത്തിന് പകരം കുക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുക്കറിനകത്താണ് ഈ ആവി പിടിക്കുന്ന രീതി ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പേടി തോന്നും, കുക്കറിനകത്ത് പ്രഷറുള്ളതല്ലേ, അപ്പോൾ അത് അപകടം ഉണ്ടാവുമോ എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ മുതിർന്നവർ അവരുടെ കൂടെ കയറി ഇരുന്നുകൊണ്ട് അവരെ അകത്തി നിർത്തി കുറച്ച് അകലം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. പുതപ്പ് പുതച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം ഉണ്ടാകാൻ പോകില്ല. അപ്പോൾ ഈ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഈ കുക്കർ വെയിറ്റ് പതുക്കെ ഒന്ന് നീളമുള്ള ചട്ടുകോ നീളമുള്ള തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഒരു ജസ്റ്റ് ഒന്ന് പൊക്കുമ്പോൾ തന്നെ കുറേ ആവി ഇങ്ങനെ മുകളിലോട്ട് ഉയരും. അപ്പോൾ ഈ പുതപ്പിനുള്ളിൽ ഈ ഉയർന്ന ആവി ഇങ്ങനെ തങ്ങി നിൽക്കും. ആ ആവി വേണം നമുക്ക് പിടിക്കാനായിട്ട്. ഈ രീതിയിൽ നമ്മൾ ആവി പിടിക്കുമ്പം നമുക്ക് കൂടുതൽ എഫക്റ്റീവായിരിക്കും. മറ്റ് കുളത്തിൽ ആവി പിടിക്കുന്നതിനെക്കാട്ടിലും കുക്കറിൽ ഈ രീതിയിൽ ആവി പിടിക്കുമ്പോൾ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ആവി പിടിക്കാൻ പറ്റും. ഞാനൊരു പഴയ കുക്കറാണ് ഇതിനു വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചതച്ചതെല്ലാം തുളസിയിലയും അതുപോലെ ഇഞ്ചി, കുരുമുളക്, നാരങ്ങയുടെ പകുതി, അതുപോലെ ഉപ്പുകല്ല്, മഞ്ഞൾപ്പൊടി. ഉപ്പുകല്ല് മഞ്ഞൾപ്പൊടിയൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ചേർക്കണം. അതുപോലെ ചുവന്നുള്ളി, ഇതെല്ലാം. ഇതിൻ്റെ കൂടെ ഇച്ചിരി കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നല്ലതാണ്. എൻ്റെ കരിഞ്ചീരകം ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ചതച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഇതിലൊരു 3/4 ഭാഗം വെള്ളത്തോളം നമ്മൾ ഒഴിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത്രയും കുറച്ച് പ്രഷർ മാത്രമേ ആ കുക്കർ ഉണ്ടാകത്തുള്ളൂ. ഒരു 3/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ഒരു വിസിൽ അടുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രഷറിൻ്റെ കുറച്ച് കൂടുതൽ സമയം നമുക്ക് ആ പ്രഷറോടുകൂടി കുറച്ച് കൂടുതൽ സമയം നമുക്ക് അതിനകത്ത് ആവി പിടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഓരോ തവണ ഇങ്ങനെ പൊക്കി വിടുമ്പോൾ 1-2 തവണ പൊക്കി വിട്ട് കഴിഞ്ഞാൽ ആ പ്രഷർ കംപ്ലീറ്റ് ഇങ്ങനെ തീർന്നു പോവുകയും ചെയ്യും. നമുക്ക് കുറച്ച് സമയം മാത്രമേ ആവി പിടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് മക്കൾക്ക് ഞാൻ കൊടുക്കുന്നത് വേറൊരു സാധനമാണ്. അത് പനി വരുന്ന സമയത്തേക്ക് എപ്പോഴും മേടിക്കുന്ന സാധനമാണ് പനിക്കൽക്കണ്ടം. അത് കടിഞ്ചായോ അല്ലെങ്കിൽ ചുക്ക് കാപ്പിയോ ഒക്കെ വെക്കുമ്പോൾ ഈ പനിക്കൽക്കണ്ടം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു വിസിൽ പോയിട്ടുണ്ട്. ഒരു വിസിൽ പോയതിനു ശേഷം കുക്കർ ഇറക്കി വെച്ചിട്ട് ഈ രീതിയിൽ ചട്ടുകോ മറ്റോ വെച്ച് നമ്മളിരിക്കുന്ന സൈഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് തന്നെ പൊക്കി കൊടുക്കുമ്പോൾ നമ്മുടെ നേരെ തന്നെ ആ ഒരു ആവി ഇങ്ങനെ പറന്നു വരും. പക്ഷേ നമ്മൾ ഒത്തിരി അകലെ ബാധിച്ചാണ് ഇരിക്കാൻ. പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഖത്തേക്ക് ചൂട് ഒത്തിരി അങ്ങ് അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്ഥിരസ്ഥമായാലും ഇതിനു വേണ്ടി ഞാൻ അസുഖമൊക്കെ വരുമ്പോഴത്തേനും പിള്ളേർക്ക് വേണ്ടി കഫക്കെട്ട് അല്ലെങ്കിൽ തൊണ്ടവേദനയ്ക്ക് ജലദോഷത്തിനൊക്കെ ഒത്തിരി നല്ലൊരു മരുന്നാണ്. അപ്പോൾ അത് ഞാൻ കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ചെറിയൊരു അളവിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. അതുപോലെ സ്ട്രെപ്സിൽസൊക്കെ തൊണ്ടവേദനയ്ക്കൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്